ഞാൻ ആദ്യം ഷിറാസ് ഖാനിൽ നിന്ന് തുടങ്ങാം. ഷിറാസ് ഖാൻ, ഇന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞതിൽ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ വാർത്ത ശ്രദ്ധിച്ച മലയാളികളുമൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ട കുറേ കാര്യങ്ങളുണ്ട്. വലിയ പരിഭവങ്ങളുണ്ട്, വലിയ സങ്കടങ്ങളുണ്ട്. നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്ന്, ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നോക്കിയാൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ വളരെ സജീവമായി എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തകർ, കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഇവിടെ മത്സരിച്ചത്, എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നോക്കിയാൽ കൂട്ടത്തോടെ ഇവരെല്ലാം നിൽക്കുന്നത് കാണാം. അന്ന് തന്നെ ചില സംശയങ്ങളൊക്കെ ചാണ്ടി ഉമ്മൻ പാലക്കാട് കാര്യമായിട്ടില്ലല്ലോ എന്ന തരത്തിൽ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം അതിലൊരു വ്യക്തതയോടൊരു കാര്യം പറഞ്ഞു, നമ്മളത് കേൾക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് പാർട്ടി ഒരു ചുമതലയും ഏൽപ്പിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പാർട്ടി വിളിച്ചപ്പോൾ അവിടെ പോയി എന്ന രീതിയിൽ പറയുന്നതിൽ കാര്യമായ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൽ ചാണ്ടി ഉമ്മന് അനുഭവിക്കേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഏത് നിലയിലാണ് ഷിറാസ് ഖാൻ മനസ്സിലാക്കുന്നത്? അല്ലെ, ഷിറാസ് ഖാൻ്റെ ഇത്തരം ചാണ്ടി ഉമ്മൻ പറയുന്ന ഒരു തുറന്നു പറച്ചിലുണ്ടല്ലോ, ഷിറാസ് ഖാൻ അതിനോട് യോജിക്കുന്നുണ്ടോ? ആ നിലയിലല്ല ചാണ്ടി ഉമ്മനെ പോലെയുള്ള നേതാക്കളെ പരിഗണിക്കേണ്ടത് എന്ന അഭിപ്രായമുണ്ടോ? എന്താണ്? അല്ല, ഈ തുറന്നു പറച്ചില് കോൺഗ്രസ് രാഷ്ട്രീയത്തില് ആദ്യമായിട്ടൊന്നുള്ള സംഭവം. അതെ, ഇന്നിപ്പോ അച്ചടക്കത്തിന്റെ വാളുയർത്തി കാണിക്കുന്നവരും വലിയ കാര്യങ്ങൾ പറയുന്നവരും ഒക്കെ മുൻകാലങ്ങളിൽ ഭയങ്കരമായി തുറന്നു പറഞ്ഞിട്ടുള്ളവരുമാണ്. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ഒരു ഒറ്റപ്പെട്ട വാക്കായിട്ട് കാണേണ്ടതില്ല. കുറച്ചു കാലമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിനകലിൽ അകത്ത് അടിഞ്ഞുകൂടുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ഒരു കംഫർട്ട് സോൺ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് പല സ്ഥലത്തും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ പാർട്ടി വിട്ടു പോകുന്നവരെല്ലാം തന്നെ മോശക്കാരാണ് എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ 2 വരികൾ എഴുതുമ്പോൾ കിട്ടുന്ന ലൈക്കും കൈയടിയും വെച്ചുകൊണ്ട് ഒരുപാട് കാലമൊന്നും പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്കിലും ചാണ്ടി ഉമ്മനെങ്കിലും ഇത് പറഞ്ഞില്ല എങ്കിൽ പിന്നെ നാളെ ആരാണിത് പറയുക? ഇവിടെ ചിലർക്ക് മാത്രം പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചാൽ മതിയോ? ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ലൈക്കുകളും കൈയടികളും അത് എങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് എന്ന് അതിൽ പ്രാഗൽഭ്യമുള്ളവർക്കറിയാം. അങ്ങനെ വെറും സോഷ്യൽ മീഡിയയിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് ചില മാനിപ്പുലേഷനുകൾ വരുത്തി അവരാണ് നേതാക്കൾ, ഇനി അവർ മാത്രം മതി, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചവർ, താഴെത്തട്ടിൽ പ്രവർത്തിച്ചവരൊക്കെ തന്നെ പാർട്ടിയിൽ വേണ്ട എന്നൊരു നിലപാട് ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ചിലർ പാർശ്വവൽക്കരിക്കപ്പെടുന്നു, ചിലർ നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒതുക്കുന്നു. ഇതൊക്കെ പാർട്ടിയുടെ ഡൈനാമിക് പ്രോസസ്സിനെ ബാധിക്കും. ജനകീയ അടിത്തറയിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർക്ക് മുകളിലോട്ട് സ്ഥാനമാനങ്ങൾ കിട്ടണമെന്നില്ല എങ്കിൽ പോലും അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ പോലുമുള്ള സാഹചര്യങ്ങളില്ല എങ്കിൽ അവരെ പ്രതിനിധീകരിച്ച് നട്ടലുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞാൽ അത് പാർട്ടി വിരുദ്ധതയൊന്നുമല്ല, അത് പാർട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഈ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നു. ഇപ്പൊ ഷിറാസ് ഖാൻ അടക്കം സംസാരിക്കുമ്പോ എന്താണ് പറയാ, കോൺഗ്രസിൽ ആ ഗ്രൂപ്പുകളുടെ കാലം അസ്തമിച്ചു എന്ന നിലയിൽ ഒരു വിശദീകരണത്തോടുകൂടി നിങ്ങൾ നടത്തുന്ന വിമർശനത്തിന് മറുപടി പറയാനാണ് ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നതെങ്കിലോ? ഷിറാസ് ഖാൻ, ഗ്രൂപ്പുകൾ ഇന്ന് പ്രസക്തമല്ല കോൺഗ്രസിൽ. പക്ഷേ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് കെ കരുണാകരനൊപ്പവും അദ്ദേഹത്തിന്റെ പിതാവിനൊപ്പവും നിന്ന ആളുകളെയൊക്കെ സംഘടനയുടെ മെയിൻ സ്ട്രീമിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞും വെച്ചത്. ഇതിനകത്ത് കോൺഗ്രസിൽ ഗ്രൂപ്പുകളില്ല, ഗ്രൂപ്പുകളൊക്കെ അങ്ങ് തീർന്നു എന്ന് പറയുമ്പോൾ നട്ടലുള്ളവനെ മാത്രമാണ് ഇതിനകത്ത് തീർക്കുകയാണ് ചെയ്തത്. അല്പസ്വല്പം നട്ടല് വളയ്ക്കുവാൻ ശേഷിയുള്ളവരൊക്കെ പുതിയ ഗ്രൂപ്പുകളിലേക്ക് അങ്ങ് ചേക്കേറുകയും അവരൊരു സംവിധാനമായി നിലനിന്നുകൊണ്ട് നിവർന്ന് അഭിപ്രായം പറയുന്നവരെ കോർണർ ചെയ്യുന്ന രീതിയെ ഗ്രൂപ്പില്ലായ്മ എന്നൊന്നും വിലയിരുത്താൻ പറ്റില്ല. ഈ പാർട്ടി ആരുടെയും സ്വന്തമോ പോക്കറ്റ് സംഘടനയോ ഒന്നുമല്ല. ഈ പാർട്ടി കാലാകാലങ്ങളിൽ താഴെത്തട്ടിൽ മാർക്സിസ്റ്റുകാരോട്, NDF-കാരോട്, അതുപോലെ വർഗീയ വിദ്വേഷ ശക്തികളോട് ഫൈറ്റ് ചെയ്ത്, കൈയൊരു ആയുധവുമില്ലാതെ ഫൈറ്റ് ചെയ്ത് അടിയും ഇടിയും ഒക്കെ കൊണ്ട് ജീവിതം നഷ്ടപ്പെടുത്തിയവന്റെ പാർട്ടിയാണ്.
അല്ലാതെ പുറമെ ചിരിച്ചുകൊണ്ട് നടക്കുന്നവൻ, സോഷ്യൽ മീഡിയയിൽ മാത്രം തീവ്രവാദം പറയുന്നവൻ, അവന്റെ പാർട്ടി മാത്രമല്ല ഈ പാർട്ടി. അപ്പോ സാധാരണ കഷ്ടപ്പെട്ടവരെ ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് തട്ടല് വളഞ്ഞവന്റെ ഗ്രൂപ്പിലോട്ട് ചേരുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയാൽ ഇതുപോലെ പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കും. അതൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണുകയോ അതല്ലെങ്കിൽ അംഗീകാരം കിട്ടാത്തവന്റെ നിലവിളിയായിട്ട് വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. ഷിറാസ് ഖാൻ, ഈ ചാണ്ടി ഉമ്മനെ പാലക്കാട്ട് അകറ്റി നിർത്തിയത് തന്നെയാണോ? കാരണം നേതാവ് അല്ലെങ്കിൽ നേതാക്കൾ ആരാണ്, നേതൃത്വം ആരാണ് എന്ന നിലയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു പ്രതിച്ഛായ, ഒരു ഇംപ്രഷൻ സൃഷ്ടിക്കാൻ പാകത്തിനുള്ളവരെ മാത്രം ഫോക്കസ് ചെയ്യുന്നു, പ്രൊജക്റ്റ് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. പാർട്ടി ഒരു ചുമതലയും നൽകിയിരുന്നില്ല, അങ്ങനെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പാലക്കാട്ട് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ചാണ്ടി ഉമ്മൻ കടന്നു പോകുന്നതെന്ന് യഥാർത്ഥത്തിൽ കേരളം ആ വിധത്തിൽ കരുതിയിരുന്നതേയില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത് അങ്ങനെയാണ്. അതെ, കോൺഗ്രസ് പാർട്ടിയെ ചിലര് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് അതൊരു മാനിപ്പുലേഷന്റെ ഭാഗമാണ്. ചിലരെങ്ങനെയാണ് ചില കീ സ്ഥാനങ്ങളിലേക്ക് എത്തിയത്? ചില പ്രസിഡന്റ് ആകുവാൻ വേണ്ടി പാർട്ടിയിലേക്ക് കടന്നു വന്നവരാണ്. അവർ പാർട്ടിയിലേക്ക് കടന്നു വന്ന ഒരു കുറെ കൊല്ലം പുറകോട്ട് നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിച്ചാലായിട്ട് ചില സ്റ്റേറ്റ്മെന്റുകൾ, ചില മാനിപ്പുലേഷനുകൾ, പിന്നെ സോഷ്യൽ മീഡിയയിൽ കാശ് കൊടുത്തുള്ള ചില പ്രചരണങ്ങൾ, അതിന്റെയൊക്കെ ഫലമായിട്ട് ചിലരെ അങ്ങ് അവതരിപ്പിച്ചങ്ങ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും മറ്റുള്ളവരൊക്കെ മോശക്കാരാണെന്ന് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഈ പാർട്ടിക്കകത്തുണ്ടായി. പിന്നെ ചാണ്ടി ഉമ്മനെ അറിയിക്കുന്ന സ്ഥാനം കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളതിന്റെ വിഷയമല്ല. പക്ഷേ ജനസ്വാധീനമുള്ള ചിലരെ മാറ്റി നിർത്തപ്പെട്ടില്ലേ എന്ന് ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. അവിടെ ബാക്കി എല്ലാവർക്കും, ചാണ്ടി ഉമ്മൻ പറഞ്ഞല്ലോ, മറ്റെല്ലാവർക്കും അവിടെ ചുമതല കൊടുത്തു. ചാണ്ടി ഉമ്മന് മാത്രം ചുമതല കൊടുക്കാതെ യുവ MLA എന്ന നിലയിൽ ചുമതല കൊടുക്കാതെ മാറ്റി നിർത്തി. എന്നിട്ട് ചില ഭാഗങ്ങളിലുള്ളവർക്ക് മാത്രം ചുമതല കൊടുത്തു. അവിടെ രാഹുൽ മാങ്കൂട്ടം വിജയിക്കാൻ യോഗ്യൻ തന്നെയാണ്. ഈ പാർട്ടി രാഹുൽ മാങ്കൂട്ടം വിജയിക്കുവാൻ യോഗ്യനാണ്. ഷാഫി പറമ്പിൽ വിജയിക്കുവാൻ യോഗ്യനാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കാൻ യോഗ്യനാണ്. പക്ഷേ ഇവരൊക്കെ മാത്രമേ യോഗ്യരായിട്ടുള്ളൂ എന്നൊരു ധാരണ വെച്ച് പുലർത്തുന്നത് ശരിയല്ല. റൈറ്റ്.